ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വാട്ടർ കളർ ശരിക്കും പറഞ്ഞാൽ ക്യാമലിൻ്റെ വില കുറഞ്ഞത്. ആ സമയത്ത് വിൻസർ ന്യൂട്ടോണൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു 12 കളറിന് 2000 റുപ്യോളം വില വരും. നമ്മൾ അത്രയൊന്നും പോകണ്ട. നമ്മളെ നാട്ടിലൊന്നും ചെയ്യുന്നതിനൊന്നും അത്രയൊന്നും പൈസ കിട്ടില്ല. കിട്ടുന്നവരുണ്ടാവാം, പക്ഷെ നമുക്ക് ഈ സാധാരണ മനുഷ്യരെ കാശല്ലേ ഒരു വാട്ടർ കളറിന് എത്ര ഒരു മിതമായ പൈസക്കല്ലേ കിട്ടുള്ളൂ. പിന്നെ ഉപയോഗിക്കുന്ന ഈ സാധനമാണ് ഇത്. ഈ ബോട്ടിൽ മറ്റേ ഫോട്ടോ കളറാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫ്യൂജി പേപ്പറിന് തത്തുല്യമായ സാധനം. ലിക്വിഡ് ഫോട്ടോ കളർ ആണിത്. വാഷബിളാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ വാട്ടർ കളർ വളരെ പെട്ടെന്ന് മിക്സൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ബ്ലെൻഡിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഇത് പിടിക്കും പേപ്പറിലേക്ക്. പക്ഷെ എന്നാൽ ഞാനിതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. വാട്ടർ കളറിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് സുഖമായിട്ട് തോന്നുന്ന ഈ സാധനമാണ്. പക്ഷെ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, പേപ്പർ അത് ഡ്രൈ ആയി പോകും, അത് പിടിച്ചു പോകും. ഇത് ഏകദേശം ഒരു 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ഇതൊരു 12 കളറിന് ഈ ഫോട്ടോ കളർ. ഇതും ക്യാമലിൻ്റെ തന്നെയാണ്. മറ്റു കമ്പനികളത് ഞാൻ നോക്കിയിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അങ്ങനെ ബ്രഷൊന്നും നിശ്ചിതമായ ബ്രഷുകളുടെ കണക്കുള്ളൂ. എനിക്ക് പറ്റുന്ന എല്ലാ ടൈപ്പ് ബ്രഷ് കൊണ്ടും ഞാൻ ചെയ്യാറുണ്ട്. അത് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഇതാ നല്ലതെന്ന് തോന്നുമ്പോൾ എടുത്ത് ചെയ്യുക. അല്ല ബ്രഷ് ഇന്ന കളറ് അങ്ങനത്തെ നിർബന്ധമായിട്ടുള്ള വാശികളൊന്നുമില്ല.